ഹലോ മൈ ക്യൂട്ടീസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ഒരു അടിപൊളിയായിട്ടുള്ള റെസിൻ കീ ചെയിൻ വളരെ പെർഫെക്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. സോ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റെസിൻ കീ ചെയിൻ വീട്ടിൽ എൻ്റെ പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സോ ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ റെസിൻ ഹാർഡനർ, അതുപോലെ കീ ചെയിൻ മോൾഡ്, ഒരു സ്പൂൺ, ഒരു കപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത്. പിന്നെ നമുക്ക് കളേഴ്സ്, ഫ്ലേക്സ് അതൊക്കെ നമുക്ക് വേണമെന്നില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാനുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് നേരെ വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. സോ ആദ്യം തന്നെ ഞാൻ റെസിൻ പാർട്ട് എ എടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ കാണുന്ന സ്പൂണിൽ ഒരു 3 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എടുക്കേണ്ടത് ഹാർഡനറാണ്. ഹാർഡനർ എന്ന് പറയുന്നത് പാർട്ട് ബി ആണ്. അത് ഞാനിവിടെ 1 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ റെസിനും ഹാർഡനറും 3:1 എന്ന റേഷ്യോയിലാണ് എടുത്തിട്ടുള്ളത്. ഈ 3:1 എന്ന റേഷ്യോയിൽ എനിക്ക് മൊത്തത്തിലൊരു 3 കീ ചെയിൻ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോയിലാണ് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഷ്യോ കറക്റ്റായിട്ടുള്ള റേഷ്യോയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ റെസിൻ കീ ചെയിൻ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. സോ അളവുകളെല്ലാം ശ്രദ്ധിച്ച് തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞളവ് തെറ്റിയാൽ പോലും നമ്മുടെ റെസിൻ ഹാർഡ് ആവാതെ അത് ശരിയായിട്ട് വരില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു റെസിനും ഹാർഡനറും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വളരെ സോഫ്റ്റായിട്ട്, സ്പീഡില്ലാതെ വളരെ സോഫ്റ്റാക്കിയിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഒക്കെ ചെയ്താൽ മതി. 5 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ചെയ്യാം. ഞാനിവിടെ 5 മിനിറ്റ്സ് വളരെ സോഫ്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ബബിൾസ് വരാതെ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോഫ്റ്റായിട്ട്, വളരെ സോഫ്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട്. ഹാർഡായിട്ടും അതുപോലെ ഭയങ്കര സ്പീഡായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ബബിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലേക്സ്, സ്വീക്വൻസ്, അതുപോലെ തന്നെ കളേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. ഞാനിവിടെ പിങ്ക് സ്വീക്വൻസും അതുപോലെ തന്നെ ഒരു മച്ചന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റെസിനൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഷോപ്പുകളിലും സ്റ്റേഷനറി ഷോപ്സിലെല്ലാം പിഗ്മെൻറ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള പിഗ്മെൻറ്റ് കളർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ആക്രിലിക് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതിനുശേഷം ഇതും ഞാൻ വളരെ സോഫ്റ്റായിട്ട് സമയമെടുത്ത് ഞാനൊരു 3 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ കളറെല്ലാം മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം ഡ്രൈ ഫ്ലവേഴ്സും ഫ്ലേക്സും കാര്യങ്ങളെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കീച്ചൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 24 hours, അതായത് ഒരു ഡേ ഫുള്ളായിട്ട് നമ്മളിത് ഉണക്കാൻ വെക്കണം. അതിനുശേഷം ഡിമോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള റെസിൻ കീ ചെയിൻ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ ചില സമയത്ത് നമുക്ക് അതിൻ്റെ വിഡ്ത്ത് കാരണം കീ ചെയിൻ ആഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ വെക്കുന്നതും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കീ ചെയിൻ മോൾഡിനകത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരും റെസിൻ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട്. അത് നിങ്ങൾക്ക് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ച് സെറ്റാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു ടിപ്സൊക്കെ ശ്രദ്ധിച്ചൊരു അടിപൊളിയായിട്ടുള്ള റെസിൻ കീ ചെയിൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഞാൻ 2 ആൽഫബറ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, ഡിയും സിയും. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇങ്ങനെ അടിപൊളി വീഡിയോസൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഞാൻ നല്ല നല്ല ഡ്രോയിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനല്ലേ പോണേ, അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ടും സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റി ഒന്ന് ഷോ കാണിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇനിയും വരും കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ, ലവ് യു സോ മച്ച്.